കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാൻ ശ്രമമെന്ന് പരാതി. ആലപ്പുഴ വള്ളികുന്നം SHO ബിനുകുമാറിനെതിരെയാണ് തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശി ഹരിലാലിന്റെ പരാതി. വധശ്രമ കുറ്റം ചുമത്തി ഹരിലാലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും 15 വർഷം പിന്നിട്ടിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. കള്ളക്കേസ് ആയതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്ന് ഹരിലാൽ ആരോപിക്കുന്നു. തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശിയായ ഹരിലാലിനാണ് കഴിഞ്ഞ 16 വർഷത്തിലധികമായി പോലീസിന്റെ പീഡനത്തെ തുടർന്ന് നീതി നിഷേധിക്കപ്പെട്ടത്. വധശ്രമ കുറ്റം ചുമത്തി 2008 ഹരിലാലിനെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഹരിലാൽ പരാതിപ്പെടുന്നു. എന്നെ 2008 പിടിച്ചുകൊണ്ടുപോകും മൃഗീയമായി ഉപദ്രവിക്കുകയും മാനസിക പരിഗണന പോലും നൽകാതെ എന്നെ അത്രമാത്രം ഉപദ്രവിക്കുകയും ചെയ്തു. അന്ന് CA ആയിരുന്ന മെഡിക്കൽ കോളേജ് CA ആയിരുന്ന സുരേഷ് കുമാർ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയായിരുന്നു. എന്നെ മുളകുകൾ കണ്ണിലൊഴിക്കുവാനും മറ്റും ഇവർ രണ്ടുപേരും വളരെയധികം ജാഗ്രതയിലാണ്. ഈ കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുത്തിയാൽ ഇത് ഹൈക്കോടതി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് ഒരു നല്ല ഒരു സന്ദേശമായിരിക്കില്ല കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുക്കരുതെന്നും ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തി വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. താൻ ഉൾപ്പെടെ പ്രതി ചേർത്ത കേസിൽ മറ്റു പ്രതികളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുതന്നെ കേസ് കെട്ടിച്ചമച്ചതിന് തെളിവാണെന്നും ഹരിലാൽ വ്യക്തമാക്കുന്നു. ഇതിൽ 8 പ്രതികൾ ഉണ്ടായിട്ടും 16 വർഷമായിട്ടും എന്നെ അല്ലാതെ ഒരു പ്രതിയെ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുകയോ 16 വർഷമായിട്ടും ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കുവാനും സാധിച്ചിട്ടില്ല. മനഃപൂർവ്വം രാഷ്ട്രീയ വിരോധത്താൽ കള്ളക്കേസ് ഉണ്ടാക്കി 21 ദിവസം ജയിലിൽ കിടക്കുകയും എനിക്ക് എൻ്റെ മകൻ്റെയോ അടുത്ത് പോകാൻ പോലും പാസ്പോർട്ട് എടുക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാക്കി. നിരന്തരമായി കാപ്പ കേസിൽ ഉൾപ്പെടുത്തി 6 ദിവസം കഴിയുമ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വിട്ടയച്ചു. റൗഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി റൗഡി ഹിസ്റ്ററി ഷീറ്റ് റദ്ദാക്കി. നിരന്തരമായി പോലീസിൽ നിന്നും ഇതേപോലെയുള്ള ദുഷ്അനുഭവങ്ങളാണ്. അന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന ബിനുകുമാർ രാഷ്ട്രീയ വൈരാഗ്യം മൂലം തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഹരിലാൽ പറയുന്നത്. തെളിവുകളുടെ അഭാവം മൂലമാണ് 16 വർഷം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കുവാൻ പോലും പോലീസിന് കഴിയാത്തതെന്നും ഹരിലാൽ പറയുന്നു. ഞാൻ BJP പ്രവർത്തകനായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ അന്നത്തെ മെഡിക്കൽ കോളേജ് CA ആയിരുന്ന T സുരേഷ് ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചു. ആ വിവരം ഞാൻ കോടതി മുമ്പാകെ എന്നെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു. ആ വിരോധം തീർക്കുവാൻ വേണ്ടി മാത്രമാണ് 2008 ഈ ബിനുകുമാർ എന്നെ ഈ കള്ളക്കേസിൽ പ്രതിയാക്കിയത്. തനിക്ക് നേരിട്ട പീഡനങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുകയും ചെയ്തു. തന്റെ ജീവിതം നശിപ്പിച്ച ഉദ്യോഗസ്ഥന് നിലവിൽ സ്ഥാനക്കയറ്റം നൽകാനാണ് വകുപ്പ് നീക്കം. വ്യക്തിവൈരാഗ്യം തീർക്കാൻ കൃത്യനിർവഹണം ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹരിലാൽ ആവശ്യപ്പെടുന്നു. ജനം, തിരുവനന്തപുരം.